രാവിലെ തന്നെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിളി വന്നത്. അപ്പം നമ്മൾ രാവിലെ നേരെ ഇറങ്ങി വണ്ടിയെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് രാവിലെ കടയിൽ പോയി ഒരു അപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചേ. അത് കഴിഞ്ഞ് കസ്റ്റമറുടെ വീട്ടിലെത്തി ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയെല്ലാം സെറ്റാക്കി നമ്മൾ നേരെ പോയത് ആലുവ സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് കേട്ടോ. അവിടെ കണ്ട പ്രാവാണ്. ഇതിൻ്റെ കാലയിൽ എന്തൊരു സാധനമുണ്ട്, അതുകൊണ്ട് ഇതിനെ പറക്കാൻ പറ്റുന്നില്ല. അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പറഞ്ഞ സമയം കളയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് നമ്മൾ ഈ വണ്ടി കണ്ടത്, റിവർ ഇൻഡി. ഈ സംഭവം ഏതായാലും കൊള്ളാം. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടി ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വാല്യൂ ഫോർ മണി വണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു ഫുഡ് റെസ്റ്റ് കണ്ടോ, അവിടെ നമുക്ക് വേണേൽ കാലും വെക്കാം. അപ്പോൾ നമുക്ക് നല്ല നിവർന്നിരുന്ന് ഓടിക്കാം. അങ്ങനെ ഇരുന്നപ്പോഴേ വണ്ടിക്കകത്തേക്ക് പല്ലിയല്ല വേറെന്തോ സാധനമാണ്. ആശാൻ ചാടി ഇറങ്ങി ഇങ്ങ് വന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മൾ എടപ്പള്ളി എത്തിയിട്ട് എടപ്പള്ളി MRAന്ന് എന്നാൽ പിന്നെ ഒരു ബിരിയാണി കഴിച്ചേക്കാമെന്ന് നമ്മുടെ കസ്റ്റമർ പറഞ്ഞു. പിന്നെ നോക്കിയില്ല, MRA ചെന്നപ്പോൾ ഉണ്ട് ഇലക്കകത്താണ് അവന്മാർ ബിരിയാണി പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. സംഭവം ഏതായാലും ഇല അങ്ങ് തുറക്കുമ്പോഴത്തേക്കും നല്ല മണമൊക്കെ ഉണ്ട്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഫുള്ള് ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞത്, ഫുള്ള് ബിരിയാണി ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞാൽ നമ്മൾ തീർത്തു. അങ്ങനെ എടപ്പള്ളി ഒരു ലുലുവിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇടുന്ന MRA കേട്ടോ, അതിൻ്റെ പുറകിൽ തന്നെ പാർക്കിങ്ങും ഉണ്ട്. അങ്ങനെ ഓട്ടോ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക്. നല്ല വെയിലുണ്ട്. റൂമിനോടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഈ പൂച്ചക്കുഞ്ഞും പിന്നെ 2 പിള്ളേരും ഇതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണെങ്കിൽ അതനുസരിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ പൂച്ച നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനും കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെ അവിടെ കിടന്ന വള്ളിയൊക്കെ എടുത്ത് കാണിച്ച് അതിൻ്റെ കൂട്ടം ഞാനും കുറച്ച് നേരം കളിച്ചേ. പിള്ളേർക്കാണ് എല്ലാം ഒരു കൗതുകമാണ്. ഇന്ന് ചെറിയൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു ദോശയും ഓംലെറ്റും അടിച്ച് ഇന്നത്തെ ഫുഡ് ഒഴിവാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.